ഹലോ ഫ്രണ്ട്സ്, തമിഴിൽ 2011 ആരണ്യകാന്ഡം എന്നൊരു ഗംഭീരൻ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ത്യാഗരാജൻ കുമാരരാജയായിരുന്നു അതിൻ്റെ സംവിധാനം. നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളൊക്കെ സ്വന്തമാക്കി വളരെ ചർച്ചാ വിഷയമായ കൊമേഴ്സ്യലി സക്സസ് ആയ സിനിമയായിരുന്നു ആരണ്യകാന്ഡം. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ത്യാഗരാജൻ കുമാരരാജ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചിത്രവുമായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്താനെത്തിയത്. അദ്ദേഹം രചനയും സംവിധാനവും നിർവഹിച്ച സൂപ്പർ ഡീലക്സ് എന്ന തമിഴ് സിനിമ ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തി. ഇതിനകം തന്നെ വലിയ മാധ്യമ ശ്രദ്ധ നേടിയ ചിത്രമാണ് സൂപ്പർ ഡീലക്സ്. കാരണം വിജയ് സേതുപതി ശില്പ എന്ന ട്രാൻസ്സെക്ഷൽ കഥാപാത്രമായി ഗംഭീരൻ മേക്ക് ഓവറിൽ എത്തുന്നു എന്നൊക്കെയുള്ള വാർത്തകളും ചിത്രങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. വിജയ് സേതുപതിക്കൊപ്പം നമ്മുടെ ഫഹദ് ഫാസിലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. മാത്രവുമല്ല, നമ്മുടെ സാമന്ത അക്നേനി മറ്റൊരു പ്രധാന കഥാപാത്രമായി ചിത്രത്തിലുണ്ട്. രമ്യ കൃഷ്ണൻ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. ഇത് ലൈംഗികത മുഖ്യ പ്രമേയമായി വരുന്ന ചിത്രമാണ്. ഇതൊരു അഡൽട്സ് ഓൺലി ഫിലിമാണ്. എ സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിനുള്ളത്. സൂപ്പർ ഡീലക്സ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, ഗംഭീരം. മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന്റെ ലൂസിഫർ ഒരു മാസ് എന്റർടൈനർ എന്നുള്ള രീതിയിൽ ഗംഭീരമാകുമ്പോൾ ത്യാഗരാജൻ കുമാരരാജയുടെ സൂപ്പർ ഡീലക്സ് എന്ന ചിത്രം ലൈംഗികതയെ സത്യസന്ധമായി ആവിഷ്കരിക്കുന്ന സിനിമ എന്നുള്ള രീതിയിലാണ് ഗംഭീരമാകുന്നത്. തിയേറ്ററിൽ പോയി കണ്ടിരിക്കേണ്ട മികച്ച സിനിമയാണ് സൂപ്പർ ഡീലക്സ് എന്ന് ഞാൻ പറയും. ഒരു മസ്റ്റ് വാച്ച് മൂവി. ലൈഫ്, സെക്സ്, സ്പിരിച്വാലിറ്റി, ഈ 3 ഘടകങ്ങളാണ് പ്രധാനമായും സിനിമയ്ക്ക് വിഷയമാകുന്നത്. ആരണ്യകാന്ഡം കണ്ടിട്ടുള്ളവർക്കറിയാം ത്യാഗരാജൻ കുമാരരാജയുടെ മേക്കിംഗ് സ്റ്റൈൽ എപ്രകാരമാണ് എന്ന്. രചനയുടെ ശക്തിയും അവതരണത്തിലെ പുതുമയും മികച്ച ക്രാഫ്റ്റുമൊക്കെയാണ് ഈ സംവിധായകനെ വ്യത്യസ്തനാക്കുന്നത്. സൂപ്പർ ഡീലക്സിലും അദ്ദേഹം നിരാശപ്പെടുത്തുന്നില്ല. മാത്രമല്ല, ആരണ്യകാന്ഡം എന്ന ചിത്രത്തിനേക്കാൾ ഒരു പടി കൂടി ഉയർന്നു നിൽക്കുന്ന സിനിമയാണ് സൂപ്പർ ഡീലക്സ് എന്ന് ഞാൻ വിലയിരുത്തുന്നു. ഈ സിനിമയുടെ സംവിധായകൻ ത്യാഗരാജൻ കുമാരരാജ ഉൾപ്പെടെ 4 പ്രമുഖ തമിഴ് സംവിധായകരാണ് സൂപ്പർ ഡീലക്സിന് തിരക്കഥ രചിച്ചിരിക്കുന്നത്. മിസ്കിൻ, നളൻ കുമാരസ്വാമി, നീലൻ കെ ശേഖർ, ഇതാണ് മറ്റു 3 പേർ. സാധാരണ സിനിമകളുടേതുപോലെയുള്ള ഒരു തിരക്കഥ രചനയും ആയിരുന്നില്ല സൂപ്പർ ഡീലക്സിൻ്റേത്. കാരണം ഈ സിനിമയുടെ തിരക്കഥാകൃത്തുക്കൾ പരസ്പരം ഡിസ്കസ് ചെയ്യാതെയാണ് സിനിമയുടെ കഥ എഴുതിയതെന്നാണ് സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതായത് സിനിമയുടെ കഥാപാത്രങ്ങളെ ഓരോരുത്തർക്കായി വീതിച്ചു കൊടുക്കുന്നു. അവർ ആ കഥാപാത്രങ്ങളുടെ സ്വഭാവവും സന്ദർഭവും ഒക്കെ ഡെവലപ്പ് ചെയ്യുകയും ഒടുവിൽ തിരക്കഥ പൂർത്തിയാക്കിയ ശേഷം ഇതെല്ലാം വാങ്ങി സംവിധായകൻ ആവശ്യമായ തിരുത്തലുകളൊക്കെ നടത്തി വളരെ ബ്രില്യൻ്റ് ആയ ഒരു കണക്ഷൻ ഈ കഥകൾക്ക് കൊടുത്ത് ആ വിധത്തിൽ സൃഷ്ടിച്ചൊരു കഥയാണ് സൂപ്പർ ഡീലക്സിനുള്ളത് എന്നാണ് സംവിധായകൻ തന്നെ നേരത്തെ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ അവതരണത്തിൽ പോലും വളരെ പുതുമ കൊണ്ടുവരാൻ സിനിമയ്ക്ക് ആയി എന്നുള്ളിടത്താണ് സൂപ്പർ ഡീലക്സ് എന്ന ചിത്രത്തിൻ്റെ വിജയം. വളരെ രസകരമായൊരു പരീക്ഷണമാണ് ഈ തിരക്കഥ രചനയിലും നമ്മൾ കാണുന്നത്. കൗതുകമുണർത്തുന്ന ഇത്തരമൊരു രചനാ രീതിയെക്കുറിച്ച് പറയുമ്പോൾ അതുകൊണ്ട് സിനിമയ്ക്ക് എന്ത് ഗുണമെന്നാവും നമ്മൾ പലരും ചിന്തിക്കുന്നത്. തീർച്ചയായും സൂപ്പർ ഡീലക്സിന് ആ ഗുണമുണ്ടായിട്ടുണ്ട്. ലൈംഗികത മുഖ്യ പ്രമേയമാകുമ്പോൾ 4 വ്യത്യസ്ത കാഴ്ചകളിലൂടെ ലൈംഗികതയെയും അതിൻ്റെ രാഷ്ട്രീയത്തെയും അവതരിപ്പിക്കാൻ സൂപ്പർ ഡീലക്സിനായിട്ടുണ്ട്. വ്യത്യസ്തമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന കഥകളെ കണക്ട് ചെയ്തിരിക്കുന്ന രീതിയും ഗംഭീരമാണ്. ലൈംഗികതയുടെ കാര്യത്തിൽ നമ്മുടെ സദാചാര സങ്കല്പങ്ങളെയും വിശ്വാസത്തെയും കീറിക്കളയുന്ന ഈ സിനിമ ഈശ്വര വിശ്വാസത്തിൻ്റെ പിന്നിലെ രാഷ്ട്രീയത്തെയും കൃത്യമായി വിശകലനം ചെയ്യുന്നു. ഒരു ബ്ലാക്ക് ഹ്യൂമർ കോമഡി എന്നുള്ള രീതിയിലും ഈ സിനിമ നമ്മളെ ഞെട്ടിക്കും. ജനപ്രിയമായ തമിഴ് റൊമാൻറ്റിക് സിനിമകളുടെ ബ്രില്യൻ്റ് ആയ റെഫറൻസ് നമുക്ക് ചിത്രത്തിൽ കാണാം. ഹോളിവുഡ് സിനിമകളിലെ ഏലിയൻസ് പോലും ചിത്രത്തിലെത്തുന്നുണ്ട്. ഏലിയൻസ് അമേരിക്കയിൽ മാത്രമല്ലല്ലോ, നമ്മുടെ നാട്ടിലും ആകാമല്ലോ എന്ന രസകരമായ മറുപടിയും സിനിമയിൽ കാണാം. ഇതിനപ്പുറം വിവരിക്കാൻ പോയാൽ അത് സിനിമയുടെ കഥ പറച്ചിലായി പോകും. ഏതായാലും ഗംഭീരൻ മേക്ക് ഓവറിൽ ശില്പ എന്ന ട്രാൻസ്സെക്ഷൽ കഥാപാത്രമായി വിജയ് സേതുപതി ചിത്രത്തിലുണ്ട്. മുകിൽ എന്ന കഥാപാത്രമായി ഫഹദ് ഫാസിലും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. അതേസമയം ഫഹദിൻ്റെ ഡബ്ബിങ്ങിൽ പ്രശ്നങ്ങളുള്ളതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഫഹദ് തന്നെയാണോ ഡബ്ബ് ചെയ്തിരിക്കുന്നത് എന്നും സംശയമുണ്ട്. സാമന്തയുടെ പെർഫോമൻസും ചിത്രത്തിൽ എടുത്തു പറയേണ്ടതാണ്. രമ്യ കൃഷ്ണൻ, ഭഗവതി പെരുമാൾ, മിസ്കിൻ, ഗായത്രി തുടങ്ങി വലിയൊരു താരനിര പുതുമുഖങ്ങൾക്കൊപ്പം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ ഡീലക്സിന് 2 പേരാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്, PS വിനോദും നീരവ് ഷായും. ഇതും സിനിമ ആവശ്യപ്പെടുന്ന വൈവിധ്യം കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് എല്ലായിടത്തു നിന്നും ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ ഒരിക്കൽ കൂടി കാണുകയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ സാധിക്കും. കാരണം അത്രയ്ക്ക് മൾട്ടി ലെയറുകളിലാണ് ഈ സിനിമ പ്രേക്ഷകനോട് സംവദിക്കുന്നത്. യുവാൻ ശങ്കർ രാജയാണ്
ചിത്രത്തിന് സംഗീതം പകർന്നിരിക്കുന്നത്. 3 മണിക്കൂറോളം ദൈർഘ്യമുള്ള സൂപ്പർ ഡീലക്സിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് 4 ഔട്ട് ഓഫ് 5 ആണ്. തീർച്ചയായും ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തൂ. എൻ്റെ റിവ്യൂവിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നെഴുതണം. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി മറ്റൊരു സിനിമാ വിശേഷവുമായി ഉടൻ വരാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.